പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസിനെ പറ്റി പറയുകയാണെങ്കിലും അഴകപ്പൻ സാർ ആണ് ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്തത്. ഒരുപാട് വലിയ മൂവീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ ആണ്. ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഒക്കെ ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരാള്. വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാള്. നമ്മുടെ ഒരു ചെറിയ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ സാറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫീച്ചർ ആണോ ഷോർട്ട് ഫിലിം ആണോ എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ അവിടെ ഒട്ടും കാണിക്കാതെ തന്നെയാണ് വർക്ക് ചെയ്യുക. ഒരു ഫീച്ചർ ഫിലിമിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസും അത്രയും എന്താ ജെന്യുവൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷനും ഇതിലേക്കും തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പല കാര്യങ്ങളും ഞാൻ പറയും മതി സാർ ഇത്രേ ആവശ്യമുള്ളൂ, അത് അത്രയ്ക്കൊക്കെ മതി എന്ന് പറയുമ്പോഴും അത്രയ്ക്കൊക്കെ മതി എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഷോട്ട് എപ്പോഴാണ് കിട്ടുന്നത് അതുവരെ നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാണ്ട് നമ്മൾ അത് ബഡ്ജറ്റിൽ കോംപ്രമൈസ് ചെയ്യരുത്, ടൈമിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പൊ ഷോർട്ട് ഫിലിം ആകുമ്പോൾ നമുക്ക് ടൈമിന്റെ പല ലിമിറ്റേഷൻസും ഉണ്ടല്ലോ. ഒരു സിനിമ പോലെ നമുക്ക് അത്രയും സമയമെടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു 2 days കൊണ്ട് ഇത്ര അധികം കാര്യങ്ങൾ എടുത്ത് തീർക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും സാറ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വിചാരിക്കരുത്, ഒരു എക്സ്ട്രാ ഡേ വന്നാലും നമുക്ക് ആവശ്യമുള്ള ഷോട്ട് കിട്ടണ വരെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം എന്നാണ്. അതെനിക്കൊരു വലിയൊരു ലെസൺ തന്നെയായിരുന്നു.